കാനഡയുമായുള്ള ബന്ധത്തിൽ പുതിയ വിവാദത്തിന് തുടക്കമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡയുമായി പങ്കിടുന്ന ഒന്റാറിയോ തടാകത്തിന്റെ പേര് അമേരിക്കൻ ഔദ്യോഗിക രേഖകളിൽ ലേക്ക് അമേരിക്ക എന്നാക്കി മാറ്റാനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭൂപടങ്ങളിലും ഔദ്യോഗിക രേഖകളിലും പുതിയ പേര് ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ ഇതോടെ ആരംഭിക്കും. അമേരിക്കയും കാനഡയും പങ്കിടുന്ന വടക്കേ അമേരിക്കയിലെ പ്രധാന ജലാശയങ്ങളിലൊന്നാണ് ഒന്റാറിയോ തടാകം. തടാകത്തിന്റെ ഭൂരിഭാഗം വിസ്തൃതിയും കാനഡയിലാണെന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഏകപക്ഷീയമായ പേരുമാറ്റ പ്രഖ്യാപനം കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നത്. അമേരിക്കൻ സർക്കാർ സ്വന്തം ഔദ്യോഗിക രേഖകളിൽ പേരുമാറ്റാൻ കഴിയുമെങ്കിലും കാനഡയെയോ അന്താരാഷ്ട്ര സമൂഹത്തെയോ അതേ പേര് സ്വീകരിക്കാൻ നിർബന്ധിക്കാനാകില്ല. കാനഡയെ സമ്മർദ്ദത്തിലാക്കുന്ന ട്രംപിന്റെ സമീപനത്തിലെ ഏറ്റവും പുതിയ നീക്കമായാണ് പേരുമാറ്റ ഉത്തരവ് വിലയിരുത്തപ്പെടുന്നത്. കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കണമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ നേരത്തെ തന്നെ കനേഡിയൻ രാഷ്ട്രീയ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെ വ്യാപാര രംഗത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. അമേരിക്കൻ ഭരണകൂടം കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതിനെതിരെ കാനഡയും തിരിച്ചടി നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനാണ് കാനഡയുടെ തീരുമാനം. ഉരുക്ക്, അലുമിനിയം തുടങ്ങിയ അമേരിക്കൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കൊപ്പം വിവിധ ഉപഭോക്തൃ സാധനങ്ങളും കാനഡയുടെ പ്രതിതീരുവ നടപടികളുടെ പരിധിയിൽ വരും. കാനഡയുടെ നീക്കം അമേരിക്കൻ കയറ്റുമതി മേഖലകളിൽ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് കനേഡിയൻ ധനകാര്യമന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പ് ഷാംപെയിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആഭ്യന്തര വ്യവസായങ്ങളെയും വിതരണ ശൃംഖലകളെയും സംരക്ഷിക്കുന്ന തരത്തിലാണ് തീരുവയുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വളരെ അടുത്തായതിനാൽ തീരുവ യുദ്ധം ഇരുവശത്തുമുള്ള വ്യവസായങ്ങളെയും ഉപഭോക്താക്കളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാറുകൾ, ലോഹങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ തുടങ്ങി നിരവധി മേഖലകളിൽ അമേരിക്കയും കാനഡയും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. അതിനാൽ അധിക തീരുവകൾ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇതിനിടെയാണ് ഒന്റാറിയോ തടാകത്തിന്റെ പേരുമാറ്റം പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചത്. കാനഡയിൽ തടാകം പഴയ പേരിൽ തന്നെ തുടരുമെന്ന നിലപാടാണ് വ്യക്തമാകുന്നത്. അതിനാൽ ഒരേ ജലാശയത്തിന് അമേരിക്കൻ രേഖകളിൽ ലേക്ക് അമേരിക്ക എന്നും കനേഡിയൻ രേഖകളിൽ ഒന്റാറിയോ തടാകമെന്നും വ്യത്യസ്ത പേരുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം രൂപപ്പെടാം. പേരുമാറ്റം പ്രായോഗിക നടപടിയേക്കാൾ രാഷ്ട്രീയ സന്ദേശം നൽകാനുള്ള ശ്രമമാണെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാനഡയുമായുള്ള വ്യാപാര ചർച്ചകളും അതിർത്തി നയങ്ങളും സംബന്ധിച്ച് ട്രംപ് ഭരണകൂടം കടുത്ത നിലപാട് തുടരുന്നതിനിടെയാണ് ഈ നീക്കമുണ്ടായത്. വ്യാപാര തർക്കം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങുമോ എന്നതാണ് ഇനി പ്രധാന ചോദ്യം. പരസ്പര തീരുവകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്ക കാനഡ ബന്ധത്തിലെ സമ്മർദ്ദം കൂടുതൽ ഉയരാനാണ് സാധ്യത. അതിനിടെ ലേക്ക് അമേരിക്ക എന്ന പേരുമാറ്റം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല രാഷ്ട്രീയ നയതന്ത്ര തർക്കത്തിന്റെ മറ്റൊരു പ്രതീകമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.